ദൈവങ്ങൾക്കിനി ഈ ചെമ്പകമംഗലത്ത് നിന്നൊരു ജീവൻ തന്നെ എടുക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ അതെന്റെ തന്നെ ആയിക്കോട്ടെ. രാജലക്ഷ്മി, ദൈവങ്ങൾക്കല്ലല്ലോ ആ വടയക്ഷിക്കല്ലേ നിർബന്ധം. ഒന്നും സംഭവിച്ചില്ലല്ലോ രാജലക്ഷ്മി, അങ്ങനെ സമാധാനിക്കേ. അങ്ങനെ തീർത്തു പറയാൻ വരട്ടെ അച്ഛാ. ഈ രാഹുകാലം എന്ന് പറയുന്നതേ 1.5 മണിക്കൂറല്ലേ? എന്ന് പറഞ്ഞാ 1.5 മണിക്കൂർ മാത്രമാണ് രാഹുകാലം. 5ഉം 10ഉം മിനിറ്റ് മുന്നോട്ടും പിന്നോട്ടും ആയിട്ട് മാറ്റം വരുമെന്നാ ജ്യോത്സ്യന്മാര് പറയുന്നത്. അതുപോലെ മഹാസിദ്ധന്മാര് പറയുന്നതിലും മാറ്റമൊന്നും ഉണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞാണെങ്കിലും അത് സംഭവിച്ചിരിക്കും. അതെ, ആരും ഇനി അധിക യാത്രകളൊന്നും വേണ്ടെന്ന് പറയണം. പരമാവധി സൂക്ഷിക്കാനേ നിവൃത്തിയുള്ളൂ. അതുകൊണ്ടൊന്നും കാര്യമില്ല. കാർ അപകടത്തിൽ മരിക്കൂന്ന് ജാതകവിധി ഉണ്ടായിട്ടുള്ള ഒരാള് വീട്ടിനുള്ളില് അടച്ചിട്ടിരുന്ന കഥ കേട്ടിട്ടില്ലേ? ആ, കളിപ്പാട്ട കാറ് ചവിട്ടി കാല് തന്നെ വീണു തലയിടിച്ചു മരിച്ചു. ഇതൊക്കെ അച്ചട്ട. തലവരെന്ന് പറയുന്നതേ തൂത്താലും തുടച്ചാലും മാറില്ല. നന്ദിനിയുടെ എവിടെ അച്ഛാ? അവൾ അടുക്കളയിലുണ്ട്. ഇവളെ കൂട്ടിയാണോ നീ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പോകുന്നത്? ഇനി ഇതും പറഞ്ഞിവിടെ മനസ്സമാധാനം ഉണ്ടാവില്ല. എനിക്കും തോന്നി വേണ്ടായിരുന്നു. ഞാൻ ഈ കാര്യം ചെന്ന് നന്ദിനിയടത്തോട് പറഞ്ഞ ഒരു എഫക്റ്റ് ഉണ്ടാവില്ല. മാനവ ഏഷണിക്കാരിയും പരദൂഷണക്കാരിയും ആണല്ലോ. രാമനാമം ജപിച്ചിരിക്കുന്ന ജനാർദ്ദന കൈമളോ സത്യവതിയായ രാജലക്ഷ്മിയോ പറഞ്ഞ അറിയട്ടെ ഏട്ടത്തെ ഈ കാര്യം. എന്നാലേ ഒരു പഞ്ചുണ്ടാവും. സാവിത്രി ഞാൻ വിളിച്ചിരുന്നു. മ്യൂറൽ പെയിന്റിങ്ങിൽ താല്പര്യമുള്ള സ്ത്രീകളുണ്ടോന്നറിയാൻ കുടുംബശ്രീക്കാരുമായി ഒരു കൂടിക്കാഴ്ചയിലാണെന്നാ പറഞ്ഞത്. നീ ആദ്യം സ്വയം ഒന്ന് സമാധാനപ്പെടും രാജലക്ഷ്മി. കൈമളേട്ടാ, കാർത്തിമോൻ ഇവിടെ തന്നെയില്ലേ? അവൻ മീനാക്ഷിയും കൂട്ടി പുറത്തേക്ക് പോയല്ലോ. മീനാക്ഷിയും കുട്ടി പുറത്തേക്ക് പോയെന്നോ? അതെ, കൊച്ചുമകനുമായിട്ടുള്ള അവളുടെ വിവാഹബന്ധം എത്രയും വേഗം പിരിക്കണം. അല്ലെങ്കിൽ ആ മരണവും നാം മുന്നിൽ കാണുന്നു.